ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ധന്വന്തരേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 16-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ പരീക്ഷിത്ത് ചക്രവർത്തി രാജ്യഭാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യഭരണവും അതിനൊപ്പം നടന്ന ദിഗ്വിജയവും അതോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പരീക്ഷിത്ത് ഭരണമേറ്റെടുത്തത് ഒരു വല്ലാത്തൊരു ദുർഘടമായ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ സ്തുത്യർഹമായ വിധം തന്നെയാണ് രാജ്യഭരണം നടത്തിയത്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് പല ഘടകങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജാതകർമ്മ ആ സമയത്ത് ബ്രാഹ്മണർ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ക്ഷാത്രവീര്യം, ജ്ഞാനം, ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി, പിന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ കൂടാതെ മഹാന്മാരുടെ ഉപദേശവും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പിന്നെ എന്തും ചെയ്യാനുള്ള കരുത്ത്, യൗവനം, ഇതൊക്കെ അദ്ദേഹത്തിന് തുണയായി. അതുകൊണ്ടാണ് അദ്ദേഹം ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ആ കലിയെ, യുഗാധിപനും അധർമ്മിയുമായിട്ടുള്ള കലിയെ പകയ്ക്ക് നിർത്താൻ അതിനെ കൊല്ലുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതിന് പുറപ്പെടുകയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് വിവാഹം കഴിച്ചത് ഇരാവതിയെയാണ്. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. മൂത്തയാളാണ് ജനമേജയൻ. ശ്രുതസേനൻ, ഭീമസേനൻ, ഉഗ്രസേനൻ, ഇങ്ങനെ 4 പുത്രന്മാരാണ്. അദ്ദേഹത്തിന്റെ മുഖ്യ പുരോഹിതനായിരുന്നത് കൃപാചാര്യരായിരുന്നു. ധർമ്മൂത്രാദികളെപ്പോലെ അദ്ദേഹം രാജധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അശ്വമേധയാഗം നടത്തി. അങ്ങനെ അദ്ദേഹം വളരെ നല്ലൊരു സൽഭരണമാണ് കാഴ്ചവെച്ചതെന്ന് ഇവിടെ സൂതൻ പറയുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ദിഗ്വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം തന്റെ രാജ്യത്തിലെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹം ചെന്ന പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം കേട്ടത് തന്റെ പൂർവികരുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ്, അവരുടെ യശസ്സിനെക്കുറിച്ചാണ് അവർ വർണ്ണിച്ചത്. അവിടെയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ അവർ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. പാണ്ഡവരെ എങ്ങനെയാണ് ഭഗവാൻ കാത്തുരക്ഷിച്ചത് എന്നുള്ളത്. ഇതൊക്കെ നേരിട്ട് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനായി. അങ്ങനെ ഒരിക്കലും അറിയാത്ത പല കാര്യങ്ങളും തന്റെ വംശത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടു. അങ്ങനെ ഒരു സമയത്താണ്, ദിഗ്വിജയ സമയത്താണ്, വളരെ കുറച്ച് മാറിയൊരു സ്ഥലത്ത് അദ്ദേഹം കണ്ടു. ഒരു പ്രത്യേക കാഴ്ചയാണ് കണ്ടത്. ഒരു ഒറ്റക്കാലിലൊരു കാള നിൽക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു പശു നിൽക്കുന്നു. രണ്ടുപേരും ദുഃഖിതരാണെന്ന് കണ്ടാൽ അറിയാം. ഇത് ഒറ്റക്കാലിൽ നിൽക്കുന്ന കാള എന്നത് ധർമ്മദേവനാണ്. പശു എന്നത് ഭൂമിദേവിയുമാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. ധർമ്മത്തിന് ആധാരമായിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. അതാണ് സത്യം, ദയ, തപസ്, ദാനം എന്നിവ. ഓരോ യുഗത്തിലും ഈ ധർമ്മത്തിന്റെ ഓരോരോ ഗുണങ്ങൾ ഇല്ലാതായിപ്പോകും. അതായത് ധർമ്മദേവന്റെ 4 കാലിൽ ഓരോ കാലുകൾ ശോഷിച്ചു പോകും. അങ്ങനെ കലിയുഗമാകുമ്പോൾ ഒറ്റക്കാലിലാണ് ധർമ്മത്തിന്റെ നിലനിൽപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്രയധികം ക്ഷയിച്ചിരിക്കുന്നു ധർമ്മം ഇവിടെ. ഭൂമിദേവിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഭൂമിദേവി, അതായത് പശു, കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം വരുന്നുണ്ട്. ഭൂമിദേവിക്ക് ദുഃഖമുണ്ട് എന്നവിടെ മനസ്സിലാവുകയാണ്. അപ്പോൾ അവർ തമ്മിലാണ് സംഭാഷണം. അപ്പോൾ ധർമ്മദേവൻ, അതായത് കാള, ഭൂമിദേവിയായിട്ടുള്ള പശുവിനോട് ചോദിക്കുന്നു,
എന്താണ് ഭവതിയുടെ ദുഃഖത്തിന് കാരണമെന്ന്. ഭൂമിദേവിക്ക് ദുഃഖം കൊണ്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ധർമ്മദേവൻ ചോദിക്കുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഭവതിയായിരുന്നില്ലേ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിരഹം കൊണ്ടാണോ ഈ ദുഃഖം? അതാണോ പറയാത്തത് എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് ഭൂമിദേവിക്ക് തന്റെ ദുഃഖം പറയണമെന്ന് തോന്നി. ഭൂമിദേവി പറയുന്നത് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരഹമാണ് തന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കലിയുടെ വരവും. ഇത് രണ്ടും കൂടിയായപ്പോൾ ഞാൻ നിസ്സഹായായി പോയിരിക്കുകയാണ്, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഭൂമിദേവി സങ്കടപ്പെടുന്നത്. അതിനുവേണ്ടി ഭൂമിദേവി പറയുകയാണ്, ശ്രീകൃഷ്ണന്റെ മഹത്വം പറയുകയാണ് ഇവിടെ. ശ്രീകൃഷ്ണ ഭഗവാന് ഭഗവാനിൽ എപ്പോഴും കാണുന്ന ആ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഭഗവാനെ ഭജിക്കുന്ന ഭക്തർക്ക് ഭഗവാൻ നൽകുന്നു. അങ്ങനെ ഭഗവാനിൽ നിന്ന് ഭക്തർക്ക് ഈ സൽഗുണങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് എനിക്കും ഈ ഐശ്വര്യം ഉണ്ടായത് എന്നാണ് ഭൂമിദേവി പറയുന്നത്. ഭഗവാനെ ഏത് സമയവും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിദേവി ഉണ്ടല്ലോ, ആ ലക്ഷ്മിദേവി അദ്ദേഹത്തെ എപ്പോഴും പൂജിക്കുകയാണ്. ആ ഭഗവാൻ സർവഗുണസമ്പന്നനായിട്ടുള്ള ആ ഭഗവാന്റെ കാലടികൾ പതിഞ്ഞ മണ്ണാണ് എന്റേത്. ആ കാലടിയിൽ ഉണ്ട് ചില അദ്ദേഹത്തിന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അടയാളങ്ങളുണ്ട് ഭഗവാന്റെ പാദത്തിനടിയിൽ. അവ പതിഞ്ഞതാണ് ഈ ഭൂമി. അതുകൊണ്ടാണ് എനിക്ക് ഈ ഐശ്വര്യവും എനിക്കുള്ള മാഹാത്മ്യമൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എന്ന് ഭൂമിദേവിയുടെ പറയുകയാണ്. അതോടുകൂടിയാണ് ഭൂമിദേവി പറയുന്നത്, ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നൊരു ശ്ലോകമുണ്ട്, ഇവിടെ വായിക്കാം. ധരണ്യുവാച സത്യം ശൗചം ദയാക്ഷാന്തി ത്യാഗ സന്തോഷ ആർജവം ശമോദമസ്തപസാമ്യം തിതിക്ഷോപരതിശ്രുതം ജ്ഞാനം ഐശ്വര്യം ശൗര്യം തേജോബലം സ്തുതി സ്വാതന്ത്ര്യം കൗശലം കാന്തിർധൈര്യം മാർദ്ദവമേവ ച എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 36 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഭഗവാനിൽ എപ്പോഴുമുള്ള ഗുണങ്ങളാണെന്ന് ഭൂമിദേവി പറയുകയാണ്. ഈ ഗുണങ്ങളാണ് ഭക്തർക്ക് ഭഗവാൻ ദാനം ചെയ്യുന്നത്. ആ ഗുണങ്ങളാണ് നമുക്ക് ഭഗവത് ഭക്തന്മാർക്കും സ്വായത്തമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവിടെ. ഇതേ ഗുണങ്ങൾ തന്നെ നാം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരുടെ ഗുണങ്ങൾ എന്ന രീതിയിൽ ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ശ്ലോകങ്ങൾ നമുക്ക് അറിയാം. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രക്കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങൾ. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സംഘവിവർജിത എന്നിങ്ങനെ ഈ ഇതേ ഗുണങ്ങൾ, ഈ 36 ഗുണങ്ങൾ തന്നെയാണ് ഒരു ഭക്തന് ഭക്തനിൽ കാണുന്ന ഗുണങ്ങൾ. അങ്ങനെയുള്ള ഭക്തനെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭൂമിദേവിയും ഭഗവാനെ ഒരു തരത്തിൽ സ്തുതിക്കുകയാണ് ഭഗവാന്റെ ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട്. ആ ഭഗവാൻ ഇവിടുന്ന് പോയതുകൊണ്ട് എന്റെ തേജസ് എല്ലാം പോയി. ഇവിടെ അർജുനൻ പണ്ട് വിലപിച്ചതുപോലെ ഭൂമിദേവിയും വിലപിക്കുകയാണ്. എന്റെയും എല്ലാ ഐശ്വര്യങ്ങളും പോയി, എനിക്കിപ്പോൾ ഒന്നുമില്ലാതായിരിക്കുന്നു എന്ന് സങ്കടത്തോടുകൂടി പറയുകയാണ്. ഇങ്ങനെ ഇവർ തമ്മിൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരീക്ഷിത് മഹാരാജാവ് അതുവഴി വന്നത് എന്ന് ഇവിടെ പറയുന്നു. ഇനി 17-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പരീക്ഷിത്ത് ധർമ്മദേവനുമായിട്ട് നടത്തുന്ന സംവാദമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. പരീക്ഷിത് മഹാരാജാവ് അവിടെ കണ്ട ആ രംഗം ഇങ്ങനെയാണ്. വടി പിടിച്ചുകൊണ്ട് രാജകീയ വേഷത്തിൽ ഒരു ശൂദ്രൻ നിൽക്കുന്നു. അനാഥരെന്ന് തോന്നുന്ന ഒരു കാളയും അടുത്തു തന്നെ ഒരു പശുവും അവിടെ നിൽക്കുന്നു. ഇവരെ രണ്ടുപേരെയും ഈ ശൂദ്രൻ അടിക്കുകയാണ്, ദ്രോഹിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് വരുന്നത്.
അദ്ദേഹത്തിന് മനസ്സിലായി കലി എന്റെ രാജ്യത്ത് എത്തിയിട്ടുണ്ട്, ഇവൻ തന്നെയാണത്, ഇപ്പൊ തന്നെ വധിച്ചു കളയണം ഇവനെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം വളരെ ഉറക്കെ ഇടിവെട്ടുന്ന പോലെ ശബ്ദത്തിൽ ചോദിച്ചു, നീ ആരാണ്? ഈ അബലരെ ദ്രോഹിക്കുന്ന നീ അധർമ്മിയാണല്ലോ, നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി തന്നെ അവിടെ വിഷമിച്ചു നിൽക്കുന്ന ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളയോടും പശുവിനോടും അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് പരീക്ഷിത് മഹാരാജാവ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സമാധാനമുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെയും അദ്ദേഹം ശൂദ്രന്റെ അടുത്തേക്ക് തിരിഞ്ഞ്, ഇനി കൂടുതലൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഇയാളെ വധിച്ചിട്ട് കാര്യം എന്ന് വിചാരിച്ച് ഉടൻ തന്നെ അദ്ദേഹം വധിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് തന്നെ മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോൾ കലി ഇവിടെ കീഴടങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ, ഇദ്ദേഹത്തോട് എതിരിടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ആ രാജചിഹ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി ഭയത്തോടുകൂടി പരീക്ഷത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തെ വധിക്കുക എന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങി. കാരണം തന്റെ കാലിൽ വന്ന് പതിച്ചിട്ടുള്ള ഒരു രക്ഷിക്കണേ എന്ന് പറഞ്ഞ്, കൊല്ലരുതേ എന്ന് പറഞ്ഞ് വീഴുന്ന ഒരാളെ കൊല്ലാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആ ധർമ്മനിഷ്ഠ ഇവിടെയും കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നിന്നോട് ക്ഷമിക്കാൻ സാധിക്കില്ല, നിനക്ക് ഞാൻ നല്ല ശിക്ഷ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കലി പറഞ്ഞു, അങ്ങ് പറയുന്നതെന്തും അങ്ങയുടെ എന്താജ്ഞയും ഞാൻ അനുസരിക്കാം. ഞാൻ അങ്ങയുടെ രാജ്യത്ത് താമസിക്കില്ല, ഞാൻ ഇവിടുന്ന് പൊക്കോളാം. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും താമസിക്കണമല്ലോ, എനിക്ക് സ്ഥാനങ്ങൾ കൽപ്പിച്ചു തരൂ അങ്ങ്, എനിക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിന് 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെയും ഒരു സ്ഥാനവും കൂടി ചോദിച്ചപ്പോൾ അങ്ങനെ 5 സ്ഥാനങ്ങൾ കലിക്ക് പരീക്ഷിത് മഹാരാജാവ് നൽകുകയാണ്. ഈ സ്ഥാനങ്ങളിലൊക്കെ നീ വസിച്ചുകൊള്ളൂ, നീ എന്റെ രാജ്യത്ത് നിന്ന് മാറിത്തരണം, പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം പരീക്ഷിത് മഹാരാജാവ് നൽകിയ സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ്: അഭ്യർത്ഥിതസ്തദാ തസ്മൈ സ്ഥാനാനി കലയേദോ ദ്യൂതം പാനം സ്ത്രീയ സൂന യത്ര അധർമ്മശ്ചതുർവിധ പുനശ്ച യാചമാനായ ജാതരൂപമദാത് പ്രഭു തതോ നൃതം മദം കാമം രജോ വൈരം ച പഞ്ചമം. 5 സ്ഥാനങ്ങളാണ് കൊടുക്കുന്നത്. ഏതൊക്കെയാണെന്നല്ലേ: ചൂതുകളി, മദ്യപാനം, ദുർവൃത്തിയിലേർപ്പെടുന്ന സ്ത്രീ, ഹിംസ എന്നീ 4 സ്ഥാനങ്ങളാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. ചൂതുകളിക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് വസിക്കാം, കരിക്ക് വസിക്കാം, മദ്യപാനം ചെയ്യുന്നിടത്ത് വസിക്കാം, ദുർവൃത്തിയിലേർപ്പെടുന്ന സ്ത്രീകളുടെ അവിടെ ഉണ്ടാവാം, ഹിംസ ചെയ്യുന്നിടത്ത്, ദ്രോഹം ചെയ്യുന്നിടത്ത്, കൊല ചെയ്യുന്നവരുടെ അവിടെ വസിക്കാം. ഇങ്ങനെയുള്ള 4 സ്ഥാനങ്ങളാണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഒരു സ്ഥാനം കൂടി എന്ന് ചോദിക്കുമ്പോഴാണ് സ്വർണം എന്ന അങ്ങനെ ഒരു സ്ഥാനവും കൂടി കൊടുക്കുകയാണ്. ഈ ഓരോ സ്ഥാനവും ഓരോ ദുർഗുണങ്ങളുടെ വിളനിലങ്ങളാണ്. അസത്യം, അഹങ്കാരം അല്ലെങ്കിൽ മതം, കാമവികാരം, ഹിംസ കൊല്ലൽ, ദുഃഖിപ്പിക്കൽ അതായത് കൊല്ലൽ, ശത്രുത്വം, ഈ 5 ദുർഗുണങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. എവിടെ കലിയുണ്ടോ അവിടെ, കലി എവിടെ വസിക്കുന്നു അവിടെയൊക്കെ ഈ ദുർഗുണങ്ങൾ ഉണ്ടായിരിക്കും. ആ ദുർഗുണങ്ങൾ ഏതിൽ കൂടിയാണ് വരുന്നത്? നമുക്ക് ചീട്ടുകളി അതായത് ചൂതുകളി, മദ്യപാനം, ദുർവൃത്തിയിലേർപ്പെടുന്ന സ്ത്രീകളോടുകൂടിയുള്ള സംഗമം, ഹിംസ, അമിതമായിട്ടുള്ള അധർമ്മ്യ രീതിയിലുള്ള ധനം ശേഖരിച്ചു വയ്ക്കൽ, ഇവയൊക്കെ ഇതിന്റെ കലിയുടെ സ്ഥാനങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് നാം പറയുന്നത് ഈ സ്ഥാനങ്ങൾ നാം ഉപേക്ഷിക്കണം, ഈ സ്ഥാനങ്ങളിൽ നാം ചെന്ന് പെടരുത്. ഇവിടെ ദുർഗുണങ്ങളുടെ വിളനിലമാണ് ഇവിടെയൊക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ നാം അധപ്പതിച്ചു പോകും, കലിയുടെ അടിമയായിട്ട് തീരും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാവും, വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ സ്ഥാനങ്ങളൊക്കെ കലിയുടെ ആ സ്ഥാനങ്ങൾ തന്നെയാണ്. കലി എന്ന് വെച്ചാൽ എപ്പോഴും കലഹം,
ഒരിക്കലും സന്തോഷം കൊടുക്കുകയില്ല, എപ്പോഴും കലഹപ്രിയരായിരിക്കുക. അതെന്തിലേക്കൊക്കെയാണ് നയിക്കുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് പരീക്ഷിത്ത് മഹാരാജാവ് നേരിട്ട് കൊടുത്ത സ്ഥാനങ്ങളാണ്. അവിടെ മാത്രം വസിച്ചാൽ മതി, ബാക്കി ഒരിടത്തും ആവരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സജ്ജനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവരുത് എന്നാണ് പറഞ്ഞത്. അത് അവരുടെ ധർമ്മത്തിനനുസരിച്ച് അവര് ജീവിക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ കലിക്ക് സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് ധർമ്മദേവന്റെ പാദങ്ങൾ, 4 പാദങ്ങളിൽ ഒരു പാദം ഒഴിച്ച് ബാക്കിയൊക്കെ ശോഷിച്ചു പോയിരുന്നു. അതൊക്കെ ശരിയാക്കി ഭൂമിദേവിയെ സാന്ത്വനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇവിടെ സൂതൻ പറയുന്നു, ഈ കലിയുഗത്തിന്റെ ദോഷങ്ങൾ ധാരാളം പറഞ്ഞുവെങ്കിലും ഈ കലിക്കൊരു ഗുണമുണ്ടെന്ന് പരീക്ഷിത്ത് മഹാരാജാവ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ക്ഷയിച്ചു. പക്ഷേ 4 യുഗങ്ങളിൽ വെച്ച് ഏറ്റവും കലിയുഗമാണെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അവിടെ ഏറ്റവും നല്ലത് കലിയുഗമാണെന്ന് പറയാൻ കാരണം എന്താണ്? സജ്ജനങ്ങൾക്ക് ഏറ്റവും ശ്രേയസ്കരമായ രീതിയിൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നത് കലിയുഗത്തിലാണ് എന്ന് പറയുന്നു. കാരണം കൃതയുഗത്തിലാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനയജ്ഞമാണ്, ത്രേതായുഗത്തില് കർമ്മയജ്ഞമാണ്, ദ്വാപരത്തിൽ തന്ത്രയജ്ഞമാണ്. അത് വെച്ച് നോക്കുമ്പോൾ കലിയുഗത്തിൽ നാമയജ്ഞം കൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ഈശ്വരാരാധനക്രമത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് ഈ നാമജപമാണ്. അതിൽ കൂടി നമുക്ക് ഭഗവാനെ ആരാധിക്കാം, അങ്ങനെ ഭഗവാനെ പ്രാപിക്കാമെന്ന് പറയുകയാണ്. അപ്പൊ മറ്റ് അനുഷ്ഠാനങ്ങളൊന്നും കൂടാതെ തന്നെ നാമസങ്കീർത്തനം കൊണ്ട് ഈ കലിയുഗത്തിൽ ഭഗവത് പ്രാപ്തി മനുഷ്യന് സിദ്ധിക്കും എന്ന് ഇവിടെ പറയുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് യുഗ രാജാവായ കലിയെ അദ്ദേഹം നിഗ്രഹിക്കാതിരുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുക. അത്ര ധർമ്മിഷ്ഠനായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. അതിനുശേഷം അദ്ദേഹം തിരിച്ചുപോയി എന്ന് പറയുന്നു. 18-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഈ പരീക്ഷിത്ത് മഹാരാജാവ്, ഇത്ര ധർമ്മിഷ്ഠനായ പരീക്ഷിത്ത് മഹാരാജാവിനൊരു ശാപം കിട്ടുകയാണ്. അത് എങ്ങനെയാണുണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം നായാട്ടിന് പോയി. അങ്ങനെ നായാട്ട് പോയി ക്ഷീണിച്ച് അദ്ദേഹം തളർന്നു. ദാഹമുണ്ട്, വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്. അദ്ദേഹം ഇത്തിരി വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നോക്കി നടന്നു. അവസാനം ഒന്നും കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ആശ്രമം കണ്ടു. ആശ്രമത്തില് ധ്യാനനിഷ്ഠനായിരിക്കുന്ന ശമീക മഹർഷിയെ കണ്ടു. അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണെന്ന് വാസ്തവത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിന് അപ്പോൾ തോന്നിയില്ല. അത്രയധികം ക്ഷീണിതനായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, താൻ അവിടെ ചെന്നു അദ്ദേഹം ഇരിക്കാനോ കാല് കഴുകാൻ ജലം കൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ ആതിഥ്യ മര്യാദയൊന്നും കാണിക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് കോപമോ ദേഷ്യമോ ക്ഷീണം കൊണ്ട് എന്തൊക്കെയോ തോന്നി. കലി ബാധിച്ചു എന്ന് തന്നെ പറയാം. അതാണ് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു തെറ്റായ ധാരണയാണ്. ഈ മഹർഷി എന്നെ അപമാനിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടായി. അവിടെ പെട്ടെന്ന് അദ്ദേഹം അവിടെ ആ ദേഷ്യത്തിന് അവിടെ കിടന്നിരുന്ന ഒരു ചത്ത പാമ്പിനെ കണ്ടു. അതിനെ വില്ലിന്റെ അഗ്രം കൊണ്ട് എടുത്ത് ശമീക മഹർഷിയുടെ തോളത്ത് ഇട്ടിട്ട് അദ്ദേഹം അവിടുന്ന് പെട്ടെന്ന് പോയി കളഞ്ഞു. ഇവിടുന്ന് പോയി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം കഴിഞ്ഞിരിക്കുന്നു, വേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ ശമീക മഹർഷിയുടെ ഒരു കുട്ടി, അവൻ ബാലനാണ്, ഒരു മുനികുമാരൻ. ആ കുട്ടി വളരെ തേജസ്വിയാണ്, തപോബലമുള്ളയാളാണ്. ആ കുട്ടി ഇതറിഞ്ഞ ഉടനെ വല്ലാതെ കുട്ടിക്ക് സങ്കടം വന്നു. തന്റെ അച്ഛനെ അപമാനിച്ച അവൻ ആര് തന്നെയായാലും ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്നൊരു ശാപം അത് കൊടുക്കുകയാണ്. എന്നിട്ട് കുട്ടി കരഞ്ഞുകൊണ്ടവൻ ഓടി അച്ഛന്റെ അടുത്ത് വന്നു. അച്ഛനോടെ ഒന്നും അറിയുന്നില്ല. മഹർഷി കണ്ണു തുറക്കുമ്പോൾ മകൻ പറഞ്ഞാണ് വിവരങ്ങൾ അറിയുന്നത്. ശമീക മഹർഷി അപ്പോൾ തന്നെ തന്റെ മകന്റെ പ്രവൃത്തിയെ അപലപിച്ചു. ഇങ്ങനെയൊരു ശിക്ഷ ആർക്കും നൽകരുത്.
പ്രത്യേകിച്ച് ഇത് രാജാവാണ്. രാജ്യം ഭരിക്കുന്ന രാജാവിന് ജനങ്ങൾക്ക് ഈശ്വരന്റെ തുല്യനാണ്. അദ്ദേഹത്തിന്റെ സൽഭരണം ഇവിടെ നിലനിന്നില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അങ്ങനെയുള്ള രാജാവിനെ ശപിച്ചത് അല്ലെങ്കിൽ തന്നെ ശപിക്കാൻ പാടില്ല. അത് ചെയ്തത് വളരെ തെറ്റായിപ്പോയി, വളരെ കഷ്ടമായിപ്പോയല്ലോ എന്റെ കുട്ടി എന്ന് പറഞ്ഞ് ശമീക മഹർഷി വളരെ ദുഃഖിച്ചു. ശരിയാണ്, രാജാവ് ചെയ്തത് തെറ്റ് തന്നെയാണ്. എങ്കിലും അങ്ങനെ ഒരു ചെറിയ തെറ്റിന് ഇത്ര വലിയൊരു ശിക്ഷ കൊടുക്കാൻ നമുക്ക് ചെയ്യാവുന്നതല്ല. അത് അപരാധം വളരെ വലുതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുട്ടിയെ. എന്നിട്ട് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന വല്ലാത്ത നമുക്ക് സങ്കടം തോന്നും. ശമീക മഹർഷിയുടെ ആ പ്രാർത്ഥന അദ്ദേഹം ഭഗവാനോട് പറയുകയാണ്, ഒരു ബാലൻ, അപക്വബുദ്ധിയായിട്ടുള്ള ഒരു ബാലൻ ചെയ്ത തെറ്റങ്ങ്, ആ തെറ്റ് വളരെ വലിയ അപരാധമാണ്, അതങ്ങ് ക്ഷമിക്കണേ. സജ്ജനങ്ങൾക്ക് ഉള്ള സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ എത്ര മറ്റുള്ളവർ നിന്ദിച്ചാലും വഞ്ചിച്ചാലും ശപിച്ചാലും എന്തൊക്കെ ചെയ്താലും അവര് ആ ചെയ്ത ആൾക്ക് പ്രതികാരമൊന്നും അവരൊരിക്കലും ചെയ്യില്ല. അവർക്ക് പ്രതികാരം ചെയ്യാനുള്ള മനസ്സില്ല. ഒരിക്കലും ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ പോലും ഒന്നും ചെയ്യില്ല. അവരെ സജ്ജനങ്ങൾ അങ്ങനെയാണ്. ഇവിടെ പരീക്ഷത്തിന് പ്രതിശാപം ചെയ്യാമായിരുന്നു, അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ്. ഒരു തെറ്റ് വന്നാൽ അതിന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രതികാരം ചെയ്യാത്ത ആളിനോട്, ഒരു വലിയ അപരാധം ചെയ്ത എന്റെ കുട്ടിയോട് ഭഗവാനെ ക്ഷമിക്കണേ, ക്ഷമിച്ചു പൊറുക്കണേ, അനുഗ്രഹിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം 19ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ് 19ാമത്തെ അധ്യായം. അതില് വരുമ്പോൾ പരീക്ഷിത്ത് ഇവിടുന്ന് പോയ ഉടൻ തന്നെ അദ്ദേഹത്തിന് രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. തനിക്ക് എന്തോ അങ്ങനെ തോന്നിപ്പോയി, അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി. പക്ഷെ അദ്ദേഹത്തിന് അതിൽ ഇങ്ങനെ ശാപം കിട്ടിയെന്നുള്ള അദ്ദേഹം പിന്നെയാണ് അറിയുന്നത്. അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് ഞാൻ ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവത് സേവ ചെയ്യണം. എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഇനി ഞാൻ പ്രായോപവേശം ചെയ്ത് ഭഗവാനിലേക്ക് എന്റെ മനസ്സിനെ സ്ഥിരമാക്കി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അതിനുവേണ്ട തയ്യാറെടുപ്പെടുക്കുകയാണ്. മൂത്ത മകൻ ജനമേജയനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. തനിക്ക് അദ്ദേഹം ഗംഗാതീരത്തേക്ക് പോയി അവിടെ ദർഭ വിരിച്ച് അദ്ദേഹം അതില് ഇരുന്നു കൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അദ്ദേഹം ഭഗവാനെ ഭജിക്കാനായിട്ട് സർവം ഉപേക്ഷിച്ച് അവിടെ ഭജിക്കാനായിട്ടിരിക്കുകയാണ്. പരീക്ഷിത് മഹാരാജാവിന്റെ പ്രായോപവേശം എന്ന കേട്ടപ്പോൾ മഹർഷിമാർ അവരുടെ ശിഷ്യഗണങ്ങളോടൊത്ത് അവിടെ എത്തുകയാണ്. ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. വന്ന അവിടേക്കെത്തിയ മഹർഷിവര്യന്മാരുടെ കുറിച്ച് പറയുന്നു. അത്രൈർവസിഷ്ഠസ്യ വനശരദ്വാനരിഷ്ടനേമിർഭൃഗുരങ്കിരാശ്ച പരാശരോ ഗാധിസുതോധരാമ ഉദധ്യ ഇന്ദ്രപ്രമദേത്മവാഹോ മേധാതിഥിർദേവല ആർട്ടിഷേണോ ഭാരദ്വാജോ ഗൗതമപ്പിപ്പലാദ മൈത്രേയ ഔർവ കവശ കുംഭയോനിർദ്വൈപായനോ ഭഗവാൻ നാരദശ്ച. അങ്ങനെ വളരെ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാർ അവരുടെ ശിഷ്യഗണത്തോടുകൂടി അവിടെ സന്നിഹിതരായി. ഗംഗാതീരത്ത് അവരും അവിടെ വന്ന് ഇരുന്നു. വന്ന ഋഷീശ്വരന്മാരെ എല്ലാവരെയും പരീക്ഷിത് മഹാരാജാവ് വേണ്ടതുപോലെ സ്വീകരിച്ചു, പൂജിച്ച് ഇരുത്തിയ ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് വേണ്ട ഉപദേശം നിങ്ങൾ തരൂ. എന്റെ കയ്യിൽ നിന്നൊരബദ്ധം വന്നു, ഞാൻ ആ ബ്രാഹ്മണ ശാപത്തിന് അർഹനായിരിക്കുകയാണ്. ഇതിന് കടുത്ത ശിക്ഷയാണ് വേണ്ടത്, അതെനിക്ക് അനുഭവിക്കുക തന്നെ വേണം. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയേണ്ടതുള്ളൂ. ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടിയാണ് എന്റെ ഇനിയുള്ള സമയം മുഴുവനും മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്ത് ചെയ്യണം എന്ന്. ഇതാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. അദ്ദേഹം ചോദിക്കുകയാണ്, എല്ലാവരും എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് മാത്രമല്ല, ആസന്ന മൃത്യുവായവൻ അവന്റെ കർത്തവ്യം എന്തൊക്കെയാണ്, ഇത് എന്നോട് പറഞ്ഞു തരൂ എന്ന്
അദ്ദേഹം ചോദിക്കുകയാണ്. ഇത് കേട്ട് ഋഷീശ്വരന്മാർക്ക് എന്താണ് ശരിക്കൊരു ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അവിടെ തർക്കമായി. അവർക്ക് നിശ്ചയിക്കാനായില്ല എന്ത് വേണമെന്നുള്ളത്. ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. അവിടെ അപ്രതീക്ഷിതമായിട്ട് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി അവിടെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നു എന്ന് പറയുകയാണ്. ഭാഗവത്തിലെ 19-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിലാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ ആവിർഭാവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. തത്ര ഭവൽഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ മാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീബാലൈരവധൂതവേഷ. ഒരവധൂതവേഷത്തിലവിടെ ശ്രീശുക ബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷമായി എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. നമുക്കറിയാം, പരീക്ഷിത് മഹാരാജാവിന് മനസ്സിലായില്ല ആരാണെന്ന്. എങ്കിലും അത്ര തേജസ്വിയായിട്ടുള്ള ഇന്നും 16 വയസ്സ് പോലെ തോന്നിക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപമായിട്ടുള്ള അതിതേജസ്വിയായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടപ്പോൾ അദ്ദേഹം ബഹുമാനപുരസ്സരം എഴുന്നേറ്റ് പൂജിച്ചിരുത്തി നമസ്കരിച്ചുകൊണ്ട് ഇതേ ചോദ്യം തന്നെ അദ്ദേഹത്തോടും ചോദിച്ചു. അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്രീശുക ബ്രഹ്മർഷി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം അടുത്ത സ്കന്ധത്തിൽ തുടങ്ങുകയാണ്. 2ാം സ്കന്ധത്തിലാണ് പരീക്ഷിത് മഹാരാജാവും ശ്രീശുകനും തമ്മിലുള്ള സംവാദം നമുക്ക് അടുത്ത സ്കന്ധത്തിൽ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.